ഇന്ത്യക്ക് ഭീഷണിയാകുന്ന ചൈനയുടെ അണക്കെട്ട് പദ്ധതി യാഥാർത്ഥ്യമായാൽ കാത്തിരിക്കുന്നത് മഹാദുരന്തമാണ്, വെളിപ്പെടുത്തി ചൈനീസ് സർക്കാർ. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. ബ്രഹ്മപുത്ര നദിയിൽ ചൈന നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് പദ്ധതി ഒരു ടൈം ബോംബ് അതിന് സമാനമായ ഒന്നാണ്. ഈ മെഗാ ഡാം പ്രദേശം അതീവ അപകടകരമായ ഒരു ഭ്രംശ ശൃംഖലയ്ക്ക് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഉറക്കം കെടുത്തിയിരുന്ന, അതായത് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഒരേപോലെ തന്നെ ഉറക്കം കെടുത്തിയിരുന്നത് ജലവിഹിതം കുറയ്ക്കുമെന്ന ഭീതിയായിരുന്നുവെങ്കിൽ ഇപ്പോഴിതാ പുതിയൊരു ഭീഷണി കൂടിയാണ് ചൈന പുറത്തുവിട്ടിരിക്കുന്നത്. പദ്ധതി പ്രകാരം സ്ഥിതി ചെയ്യുന്നത് അതിശക്തമായ ഭൂകമ്പ സാധ്യതയുള്ള സജീവമായ ഒരു ഫ്ലോട്ട് ലൈനിന് മുകളിലാണ് എന്നതാണ് ചൈനീസ് സർക്കാരിന്റെ അവരുടെ തന്നെ പുതിയൊരു ഭൗമശാസ്ത്ര പഠന മുന്നറിയിപ്പ് നൽകുന്നത്. ചൈനയുടെ ഈ മെഗാ ഡാം പദ്ധതി കേവലം ഒരു തർക്ക വിഷയം എന്നതിനപ്പുറം തന്നെ വലിയൊരു ദുരന്ത മുഖമാണോ അവിടെ നൽകുന്നതെന്ന ആശങ്ക ഉയരുന്നു. ചൈനീസ് സർക്കാരിന്റെ കീഴിലുള്ള ചൈന ജിയോളജിക്കൽ സർവേയുടെ മേൽനോട്ടത്തിൽ നടന്ന പഠനമാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ചൈനീസ് ഭാഷയിലുള്ള സെഡിമെന്ററി ജിയോളജി ആൻഡ് ജിയോളജിക്കൽ എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം അനുസരിച്ചുകൊണ്ട് നിർദ്ദിഷ്ട ഡാമിന്റെ റിസർവോയർ പ്രദേശത്തിന് തൊട്ടു താഴെയായി തന്നെ പൈഷൻ ഫ്ലോട്ട് എന്ന സജീവമായ ഒരു ഭ്രംശ ശൃംഖല കടന്നു പോകുന്നുണ്ട്. ഏകദേശം 9500 വർഷങ്ങൾക്ക് മുൻപേ തന്നെ, അതായത് ഏകദേശം ഹൊളോസിൻ കാലഘട്ടത്തിൽ ആ ഒരു ഭ്രംശ ശൃംഖലയിൽ വലിയ ചലനങ്ങൾ ഉണ്ടായതായി തന്നെ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഭൗമരാഷ്ട്രപരമായി തന്നെ ഇത് വളരെ അടുത്ത കാലത്തായി തന്നെ കണക്കാക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്ലോട്ട് ലൈൻ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നു. ഇതിന് തെളിവായി 2017 ഈ മേഖലയിൽ ഉണ്ടായ 6.9 തീവ്രത രേഖപ്പെടുത്തിയ മിനൽ ഭൂകമ്പത്തെ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തുടർച്ചയായ ഭൗമചലനങ്ങൾ കാരണം ഇവിടുത്തെ പറക്കലുകളുടെ ഘടന മാത്രമല്ല ആ ഒരു പാറക്കെട്ടുകളുടെ ഒരു ഘടനയും രൂപവും തകരുകയും അവയ്ക്ക് ബലക്ഷയം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡാം നിർമ്മിക്കുകയും റിസർവോയറിൽ ദശലക്ഷക്കണക്കിന് ടൺ വെള്ളം നിറയ്ക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അമിത സമ്മർദ്ദം ഈ ഫ്ലോട്ട് ലൈനെ കൂടുതൽ സജീവമാക്കുവാനും വൻ ഭൂകമ്പങ്ങൾക്ക് കാരണമാകാനും സാധ്യതയുണ്ട് എന്നതാണ് ഈ ഒരു പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ശാപവും. ദുർബലമായ മണ്ണും മലനിരകളും നിറഞ്ഞ ഈ പ്രദേശത്ത് വെള്ളം കെട്ടി നിർത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും ഉണ്ടാകാം. ഇത് ഡാമിന്റെ സുരക്ഷയും അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ജീവനും പോലും ഒരേപോലെ അപകടത്തിലാക്കും. ഇന്ത്യയും ബംഗ്ലാദേശിനെയും ബാധിക്കുന്നത് എങ്ങനെയെന്നൊരു ചോദ്യം ഇതിനു മുൻപേ തന്നെ ഉയർന്നു വന്നതാണ്. നദിയുടെ താഴത്തെ തടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഈ പദ്ധതി വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ടിബറ്റിൽ നിന്നും ചൈനയുടെ അരുണാചൽ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്ന നദിയാകട്ടെ പിന്നീട് ആസാമിലൂടെ ഒഴുകിക്കൊണ്ട് ബംഗ്ലാദേശിലേക്കാണ്, അതായത് ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്നു. കോടിക്കണക്കിന് ജനങ്ങളുടെ കുടിവെള്ളം, കൃഷി, മത്സ്യബന്ധനം, ഉപജീവന മാർഗം എന്നിവ ഈ നദിയെ ആശ്രയിച്ചിരിക്കുന്നതാണ്. ഒന്നാമതായി തന്നെ പറയുകയാണെങ്കിൽ ജലക്ഷാമവും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കവും. സാധാരണ സമയങ്ങളിൽ ചൈന ഡാമിൽ വെള്ളം സംഭരിക്കുന്നു എന്നത് ഇന്ത്യയിലും ബംഗ്ലാദേശിലും കടുത്ത വരൾച്ചയ്ക്ക് കാരണമാകാറുണ്ട്. നേരെ മറിച്ച് മഴക്കാലത്ത് ചൈന ഒന്നിച്ച് വെള്ളം തുറന്നുവിട്ടാൽ അത് വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ പ്രകൃതി ദുരന്തങ്ങൾക്ക് വഴിവെക്കും. രണ്ടാമതായി പറയുകയാണെങ്കിൽ ഭൂകമ്പം ഉണ്ടായാൽ അവിടെ സംഭവിക്കാൻ പോകുന്ന ദുരന്തം. പുതിയ ഭൗമശാസ്ത്ര പഠനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും ഭയപ്പെടേണ്ടത് ഇതാണ്. അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ ഒരു ഭൂകമ്പം ഉണ്ടാവുകയും ഡാം തകരുകയും ചെയ്താൽ റിസർവോയറിലെ ആ കോടിക്കണക്കിന് ഗലാൻ വെള്ളം അവിടെ മിനിറ്റുകൾക്കൊപ്പം തന്നെ ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കും കുതിച്ചെത്തും. ഇത് അരുണാചൽ പ്രദേശത്തെയും ആസാമിനെയും ആ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കാൻ പോകുന്ന ഒരു മെഗാ സുനാമിക്ക് സമാനമായ അവസ്ഥ സൃഷ്ടിച്ചേക്കാം. അതോടൊപ്പം തന്നെ സുതാര്യമല്ലാത്ത ചൈനീസ് നിലപാടുകൾ ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൈന പുലർത്തുന്ന രഹസ്യ സ്വഭാവം രാജ്യാന്തര തലത്തിൽ വലിയ വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. നദീതട കരാറുകളോ അല്ലെങ്കിൽ വിവരങ്ങൾ പങ്കുവയ്ക്കലോ കൃത്യമായി തന്നെ പാലിക്കാൻ ചൈന തയ്യാറാകുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഇന്ത്യ നിരന്തരമായി തന്നെ ഈ വിഷയത്തിൽ തങ്ങളുടെ ആശങ്ക ചൈനയെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അയൽ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കണമെന്നും അതായത് ഈ മുകൾ തട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താഴേക്കുള്ള രാജ്യങ്ങളെ ബാധിക്കില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും ന്യൂഡൽഹി എപ്പോഴും ഇവിടെ ചൈനയോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. എന്നാൽ ഇതൊരു ആഭ്യന്തര വികസന പദ്ധതി മാത്രമാണ് എന്ന നിലപാടാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. എന്നാൽ ചൈനയുടെ സ്വന്തം ശാസ്ത്രജ്ഞർ തന്നെ ആകട്ടെ ഇപ്പോൾ ഇതിന്റെ അപകട സാധ്യതകൾ വിളിച്ചു പറയുമ്പോൾ ചൈനയ്ക്ക് ഇത് പൂർണ്ണമായും അവഗണിക്കാൻ കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. പ്രകൃതിയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ മനുഷ്യൻ നടത്തുന്ന വൻകിട നിർമ്മാണങ്ങൾ പലപ്പോഴും വലിയ ദുരന്തങ്ങളിലാണ് കലാശിക്കാറുള്ളത്.
അതേപോലെ തന്നെ ഹിമാലയൻ മലനിരകൾ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഭൗമശാസ്ത്രപരമായി തന്നെ അവിടെ അതീവ സങ്കീർണമായ ഒരു മേഖലയാണ്. അവിടെ സജീവമായ ഒരു ഫ്ലോട്ട് ലൈനിന് മുകളിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് ആത്മഹത്യാപരമാണ് എന്ന് തന്നെയാണ് ഇവിടെ വിദഗ്ധരടക്കം ഇതിനായി തന്നെ പ്രതികരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.